മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഇപ്പോൾ PV അൻവർ പുറത്തേക്ക് വരികയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉടൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് PV അൻവർ പറഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. MLA ഹോസ്റ്റലിലേക്കാണ് PV അൻവർ പോയിട്ടുള്ളത്. MLA ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളെ കാണും PV അൻവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം അൻവറിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. അല്പസമയത്തിനകം PV അൻവർ MLA പ്രതികരിക്കും. ഒരു അസാധാരണ സംഭവത്തിനാണ് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചത്. ആഭ്യന്തര വകുപ്പിനെതിരായ പരാതിയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് PV അൻവർ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങൾ, അതിന്റെ തെളിവുകൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് നൽകും എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞതാണ്. അതാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലെ കൂടിക്കാഴ്ചയിൽ നടന്നത്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിൽ നിന്ന്. അരുൺ, എന്തായാലും മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയല്ലേ അൻവർ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ എന്താണ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുമല്ലോ. തീർച്ചയായിട്ടും MLA ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ PV അൻവർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ അദ്ദേഹം ഇവിടെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഇവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളെ കാണും എന്നാണ് ആദ്യ അറിയിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം MLA ഹോസ്റ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, എന്ത് തെളിവുകളാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറിയതെന്ന കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. അല്പസമയത്തിനകം അദ്ദേഹം MLA ഹോസ്റ്റലിൽ മാധ്യമങ്ങളെ കാണും. അവിടെ വെച്ചാകും അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്, കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മാധ്യമങ്ങളെ ഇവിടെ വെച്ച് കാണുമെന്ന അറിയിപ്പാണ് അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് നൽകിയത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം MLA ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ നൽകുന്ന വിവരം. മുഖ്യമന്ത്രിയുമായി ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു PV അൻവറിന്റെ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച ശേഷമാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അവിടെ അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പും വന്നിരിക്കുന്നു. ശരി അരുൺ, അല്പസമയത്തിനകം MLA ഹോസ്റ്റലിൽ വെച്ച് PV അൻവർ മാധ്യമങ്ങളെ കാണും. അദ്ദേഹം അപ്പോൾ പറയുന്ന കാര്യങ്ങൾ അത് അതിനിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള പരാതികളാണ് അദ്ദേഹം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഉന്നയിച്ചത്. അതിനുള്ള തെളിവുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ എന്നത് പ്രധാനമാകും. പ്രത്യേകിച്ച് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ, അജിത് കുമാറിന്റെ ചെയ്തികളെക്കുറിച്ച് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ PV അൻവർ ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതിൽ ഫോൺ കോളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, രേഖകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം ബോധ്യമാകും. MR അജിത് കുമാറിനെതിരെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച കാര്യങ്ങളിൽ കൊലപാതകം പോലും ഉൾപ്പെട്ടിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കേസുകൾ അട്ടിമറിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ MR അജിത് കുമാറിന് പങ്കുണ്ട്. അത് പല കേസുകളിലായിട്ട് പങ്കുണ്ട് എന്ന കാര്യം PV അൻവർ പറഞ്ഞത് ഞെട്ടലോടെയാണ് കേട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളായിരുന്നു. ഭരണപക്ഷ MLA ആയ PV അൻവർ, അതും മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനായ എന്ത് ആരോപണം PV അൻവർ ഉന്നയിച്ചാലും അതിനെ പിന്തുണച്ചിരുന്നു അടുത്ത കാലം വരെ. CPM ഇപ്പോഴും അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ CPMന്റെ നേതാക്കൾക്ക് പോലും അൻവർ എന്താണ് ഇങ്ങനെ തുറന്നു പറയുന്നത് എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്, ആശയക്കുഴപ്പമുണ്ട്. അൻവറിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഭരണപക്ഷ MLAമാർ പോലും, CPMന്റെ നേതാക്കൾ പോലും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് എന്ന കാര്യവും നിർണായകമാണ്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന കാര്യവും PV അൻവർ മാധ്യമങ്ങളോട് പറയുവാനുള്ള സാധ്യതയുണ്ട്. തുറന്നു പറയുവാൻ തന്നെയായിരിക്കും PV അൻവർ തയ്യാറാകുക. കാരണം ഇത്രയും സമയം, ഇത്ര 2 ദിവസങ്ങളിൽ അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറായെങ്കിൽ ഒരിടത്ത് കൊണ്ട് അവസാനിപ്പിക്കുവാൻ PV അൻവർ തയ്യാറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അൻവർ എന്താണ് പറയുവാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടി വരും. അടുത്ത കുറച്ച് മിനിറ്റുകൾ, അല്പസമയത്തിനകം അദ്ദേഹം MLA ഹോസ്റ്റലിൽ എത്തും. ഇന്ന് രാവിലെ MLA ഹോസ്റ്റലിൽ നിന്നാണ് PV അൻവർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മുഖ്യമന്ത്രിയെ ഓഫീസിൽ ചെന്ന് കണ്ടത്. അതിനു മുമ്പ് KT ജലീലും മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും പറയാൻ കൂട്ടാക്കിയിരുന്നില്ല. അപ്പോൾ അൻവർ എന്തൊക്കെ കാര്യങ്ങൾ ADGPക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, ADGPക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി ഏത് രീതിയിലാണ് ADGPയെ സഹായിച്ചത്, ഏതെല്ലാം കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്, എങ്ങനെയാണ് P ശശി ADGP MR അജിത് കുമാർ നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അൻവർ മുഖ്യമന്ത്രിയോട് എന്ന കാര്യമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ
പി ശശിക്കെതിരെയുള്ള കാര്യങ്ങളും പി ശശി തികഞ്ഞ പരാജയമാണെന്നും അജിത് കുമാറിനെ സഹായിച്ചിട്ടുണ്ടെന്നും പി വി അൻവർ പറഞ്ഞിരുന്നു. ഇക്കാര്യം അതിനിർണായകമാണ്. അത് CPM രാഷ്ട്രീയത്തിലും നിർണായകമായ ഒന്ന് തന്നെയാണ്. എന്താണ് അൻവറിന്റെ ലക്ഷ്യം എന്ന കാര്യത്തിലും ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ പക്ഷേ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അത് അതിനിർണായകമാണ്. ഇപ്പോൾ വി വിനോദ് ചേരുകയാണ്. വിനോദ്, എന്തെങ്കിലും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടല്ലോ, ഈ തെളിവുകൾ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നുണ്ടോ ഇക്കാര്യത്തിൽ? മഞ്ജുഷ, അല്പസമയത്തിനുള്ളിൽ PV അൻവർ മാധ്യമങ്ങളെ കാണുക. MLA ഹോസ്റ്റലിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. തൊട്ട് മുൻപ് അദ്ദേഹം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അതിനുശേഷം പുറത്തേക്ക് വന്നിരുന്നു. അപ്പോഴാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് MLA ഹോസ്റ്റലിൽ കാണാമെന്ന ഒറ്റവാക്കിൽ മറുപടി നൽകി അദ്ദേഹം പോവുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം അവിടെ മാധ്യമങ്ങളെ കാണും. ഏതായിരുന്നാലും അത്യന്തം ഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അത് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറി. ഇക്കാര്യമാണ് PV അൻവർ പറഞ്ഞത്. ഏതായിരുന്നാലും മുഖ്യമന്ത്രിയുമായും ഇക്കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്: ഇരു കൂട്ടരെയും പിണക്കാതെ ഒരു അനുരഞ്ജനത്തിന്റെ പാതയിൽ പോകാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം PV അൻവർ പല സമയങ്ങളിലായി CPM-ന്റെ ഒരു കുന്തമുനയായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ, എതിരാളികളെ നേരിടുന്ന രീതി, ഇതിനെല്ലാം തന്നെ CPM അകമഴിഞ്ഞ പിന്തുണയാണ് അൻവറിന് നൽകിയിരുന്നത്. അപ്രതീക്ഷിതമാണ് ഇപ്പോഴത്തെ അൻവറിന്റെ നീക്കം. അത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിൽ അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അതിന്റെ ആരോപണത്തിന്റെ മുന വന്നു നിൽക്കുന്നത്. പി ശശിക്കെതിരെ ഉള്ള ആരോപണം ഒരുപക്ഷെ MR അജിത്കുമാറിനെതിരെ നടപടിയെടുത്താൽ അടുത്ത ആവശ്യം പി ശശിക്കെതിരെ ഉള്ള നടപടി എന്നതായിരിക്കും. മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്ന ഒരു ധ്വനി കൂടി ഇതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയെ കുഴപ്പത്തിൽ ചാടിക്കാൻ ഈ ശശിയും അതോടൊപ്പം തന്നെ അജിത് കുമാറും ഒക്കെ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ധ്വനി ആഭ്യന്തര വകുപ്പിന് മേൽ മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണവുമില്ല. മുഖ്യമന്ത്രി ഈ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന കാര്യമാണ് PV അൻവർ പറയാതെ പറയുന്നത്. ഇത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് സമ്മേളന കാലമാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ് പാർട്ടിയുടെ താഴെത്തട്ടിൽ പോലും ആഭ്യന്തര വകുപ്പിന് വിമർശനമേൽക്കുന്ന തരത്തിലുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇത് CPM-നെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനിടയിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും പ്രതിക്കൂട്ടിലായിക്കൊണ്ടുള്ള ഒരു നടപടി. അവിടെ ആരോപിക്കപ്പെടുന്നത് സ്വർണ്ണക്കടത്ത്, അതോടൊപ്പം തന്നെ കൊലപാതകത്തില് ADGP-ക്കൊക്കെ അറിവുണ്ട്, കൊലപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കൊലപ്പെടുത്തുന്ന വിവരം അറിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ ഒരു ADGP-ക്കെതിരെ ഭരണപക്ഷ MLA ആണ് ആരോപണം ഉന്നയിക്കുന്നത്. ലഹരി മാഫിയ സംഘങ്ങളുമായി, ഡ്രഗ്സ് സംഘങ്ങളുമായൊക്കെ ഉള്ള ബന്ധം, ഈ പിടിക്കുന്ന സ്വർണം അവിടെ ഇവർ തട്ടിയെടുക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ, ADGP പുതിയതായി വെക്കുന്ന വീടിന്റെ സാമ്പത്തിക സ്രോതസ്, അദ്ദേഹത്തിന്റെ ആകെ സാമ്പത്തിക ഉറവിടം, അദ്ദേഹത്തിന്റെ ഭാര്യ നടത്തിയ ഫോൺ കോളുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വന്ന ഫോൺ കോളുകൾ, തീവ്രവാദ ബന്ധം, ഇങ്ങനെ എല്ലാ തരത്തിലും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു MLA മുന്നോട്ട് പോകുമ്പോൾ അത് സർക്കാരിന് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല. അവിടെയാണ് ഒരു തൽക്കാലത്തേക്കെങ്കിലും ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. DGP-യുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടെയും ഉയർന്നു വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ 5-അംഗ അന്വേഷണ സംഘത്തിൽ DGP മാത്രമാണ് അജിത് കുമാറിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ. സർജൻ കുമാർ IG ആണ്. അതിന് താഴെയാണ് SP-മാർ. അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെയും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും SP-മാരൊക്കെ വരുമ്പോൾ ഇതെല്ലാം തന്നെ ADGP റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. ഈ താഴെയുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് എങ്ങനെയാണ് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷണം നടത്തുക എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഏതായിരുന്നാലും ഒരു പ്രത്യേക സാഹചര്യം, ഏറ്റവും സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് CPM കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ചെന്ന് നിൽക്കുന്നു. അവിടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നതാണ്. അതിൽ തന്നെയാണ് ശരിയാണ്. ഇതിനൊരു പരിഹാരമായിരിക്കും മുഖ്യമന്ത്രി തേടുക, ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി അൻവറിനോട് ആവശ്യപ്പെട്ടേക്കാം. എന്തായാലും കൂടിക്കാഴ്ച തൃപ്തികരമാണ് എന്ന രീതിയിലുള്ള അൻവറിന്റെ പ്രതികരണമുണ്ട്. അല്പസമയത്തിനകം അൻവർ മാധ്യമങ്ങളെ കാണും. MLA ഹോസ്റ്റലിലാണ് മാധ്യമങ്ങളെ കാണുന്നത്. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് അല്പം മുമ്പ് LDF കൺവീനർ TP രാമകൃഷ്ണൻ അല്പസമയം മുമ്പ് പറഞ്ഞിരുന്നു. എന്തായാലും അൻവർ പക്ഷേ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലല്ല പറയേണ്ടത് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും CPM-ന് ഒരു നിലപാടുണ്ട്. ഇക്കാര്യം സർക്കാരിനെ അറിയിക്കാമായിരുന്നുവെന്ന്, മുഖ്യമന്ത്രിയെ അറിയിക്കാമായിരുന്നുവെന്ന്. പക്ഷേ അൻവറിന്റെ നീക്കം മറ്റൊന്നാണ്.
MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അറിയിച്ചതിന് ശേഷമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ കാണുവാൻ അൻവർ സെക്രട്ടേറിയറ്റിൽ വന്നത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം, ഏത് തരത്തിലുള്ള ആഭ്യന്തര നീക്കമാണ് CPM-ൽ നടക്കുന്നത് എന്ന സംശയവും ബലപ്പെടുന്ന സാഹചര്യത്തിലാണ് അൻവർ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറയുക തന്നെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. അതിൽ MR അജിത് കുമാറിനെയും അജിത് കുമാറിനെ സഹായിക്കുന്ന P ശശിയെയും കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം. നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടാവുമോ PV അൻവർ? ഇതിൽ എന്തെല്ലാം പുതിയ തെളിവുകൾ ഹാജരാക്കുവാനായിട്ട് അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്? ഫോൺ കോളുകൾ അടക്കമുള്ള കാര്യങ്ങൾ, നേരത്തെ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന കാര്യം അൻവർ സമ്മതിച്ചതാണ്. ഫോൺ കോളുകൾ തൻ്റെ പക്കലുണ്ട് എന്ന കാര്യം അൻവർ സമ്മതിച്ചതാണ്. ഈ വിവരങ്ങളും അൻവർ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടാവുമോ? അപ്പോൾ അത് തന്നെ ഒരു കൗതുകമായ ഒരു കാര്യമാണ്. ഒരു നിയമലംഘനം നടത്തിയ ആൾ തന്നെ ആ വിവരങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. അങ്ങനെ ഒട്ടേറെ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് CPM രാഷ്ട്രീയത്തിലും സർക്കാരിലും അങ്ങനെ തന്നെയാണ്. ഡാൻ കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. ഡാൻ, ഇക്കാര്യത്തിൽ പ്രതിപക്ഷം പോലും ഇതിൽ എന്താണ് അൻവറിന്റെ നീക്കം എന്ന കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്നവരാണല്ലോ. പക്ഷേ അത് അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതും ആണ്. ഇതിൽ അൻവർ എന്തായാലും ഇനി ഈ ഒരു തുറന്നു പറച്ചിൽ നിർത്തില്ല എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം അൻവർ എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമല്ലോ. മഞ്ജുഷ്, ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു കാര്യം, പാർട്ടിയുടെയും സർക്കാരിൻ്റെയും കൃത്യമായ അറിവോടെയാണോ PV അൻവർ ഈ ആക്ഷേപങ്ങൾ, ഈ ഗുരുതരമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉന്നയിക്കുന്നത് എന്നതാണ്. അതിലാണ് ഒരു കാര്യം വ്യക്തത വരാനുള്ളത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലായിരുന്നുവെങ്കിൽ PV അൻവറിനെ കാണാൻ അദ്ദേഹം സമയം അനുവദിക്കുമായിരുന്നോ എന്ന കാര്യമടക്കം ഒരു വലിയ തരത്തിലുള്ള സന്ദേഹമായി, ഒരു സംശയമായി ഉയർന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഈ ആക്ഷേപങ്ങൾ, ആ ആക്ഷേപങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ PV അൻവർ നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാകാമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ ഉത്തരം കൊടുത്തത്. ഗൗരവതരമായ വിഷയങ്ങളാണ് അൻവർ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് അത് ശരിവെക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സമാപന സമ്മേളനത്തിൽ നടത്തിയ വാക്കുകൾ അതും ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ PV അൻവർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന പൊതുസമൂഹത്തെ കഴിഞ്ഞ ദിവസം അദ്ദേഹം കേൾപ്പിച്ച ഈ ശബ്ദരേഖകൾക്കപ്പുറത്ത് അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന മറ്റെന്തൊക്കെ തെളിവുകളാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്? ഈ കാര്യങ്ങളിലടക്കം വ്യക്തത കൈവരേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് MLA ഹോസ്റ്റലിന്റെ മുൻപിലാണ്. ഇവിടെ നിന്ന് അനുമതി ലഭിച്ചാൽ മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് അകത്തേക്ക് കയറാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ PV അൻവർ MLA ഓഫീസിന് ഉള്ളിൽ വെച്ചായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ടായിരിക്കാം. PV അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയ നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു പ്രധാന ചോദ്യം. അതിനപ്പുറത്തേക്ക് സധൈര്യം മുമ്പോട്ട് പോയി മറ്റെന്തെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾക്ക് PV അൻവർ MLA തയ്യാറാകുമോ എന്ന മറുചോദ്യം. ഈ രണ്ട് പ്രധാനപ്പെട്ട ഇക്കാര്യത്തിൽ ഒരു അന്വേഷിക്കാം എന്നുള്ള കാര്യമായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആദ്യം പറയുക? കാരണം അന്വേഷിക്കാതെ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വീകരിക്കേണ്ടി വരും. അതായിരിക്കില്ലേ അൻവറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഒരു ബാക്കി പത്രം എന്ന് പറയുന്നത്? ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം, പക്ഷേ അന്വേഷണം ഉണ്ടാകും. അത് പക്ഷേ ഇപ്പോൾ നടക്കുന്ന അന്വേഷണമാകുന്നത് അൻവറിന് പോലും താല്പര്യമുണ്ടാവുകയില്ലല്ലോ. സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേക ടീമിനെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. PV അൻവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തുന്നതിന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി, സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ടുള്ള ഷെയ്ഖ് ദർബെ സാഹിബാണ്. അദ്ദേഹത്തോടൊപ്പം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ഇൻസ്പെക്ടർ ജനറലുമായ G. സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള മറ്റുദ്യോഗസ്ഥരുണ്ട്. ഇവിടെ എതിർത്ത് പറയേണ്ട കാര്യം സംസ്ഥാന പോലീസ് മേധാവി മാത്രമാണ്
MR അജിത് കുമാറിന്റെ പദവിക്ക് മുകളിലുള്ള ഒരാൾ, ബാക്കിയുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ തസ്തികയ്ക്ക് താഴെയുള്ളവരാണ്. അങ്ങനെ ഒരു ടീമിന് എങ്ങനെ MR അജിത് കുമാറിൽ നിന്ന് ഈ കാര്യങ്ങളിൽ വിശദീകരണം തേടാനാകും? അത് പ്രോട്ടോകോൾ പ്രകാരം അത് എത്ര കണ്ട് നിയമപരമായി ആ സങ്കീർണതകൾ ഒഴിവാക്കി ആ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. അല്ലാത്ത പക്ഷം MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണ സംഘം അന്വേഷണത്തിന് നേതൃത്വം നൽകുകയാണ് എങ്കിൽ മാത്രമേ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ MR അജിത് കുമാറിന് ഉത്തരം കൊടുക്കേണ്ടതായി വരികയുള്ളൂ. അദ്ദേഹം സർവീസിൽ തുടരുകയും ക്രമസമാധാന ചുമതലയിൽ തുടരുകയും ചെയ്തുകൊണ്ട് എങ്ങനെ അദ്ദേഹത്തിന്റെ ജൂനിയറായ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയും എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് വരുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രിയും PV അൻവർ MLA യും തമ്മിൽ ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഉരുത്തിരിയുക എന്ന പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. സ്വാഭാവികമായി അൻവർ തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ ഈ ക്രമസമാധാന ചുമതലയിൽ നടക്കം MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നാണ്. അദ്ദേഹം 2 ദിവസം വിവിധ വിഷയങ്ങളിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട്, ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ആ കാര്യം മുമ്പോട്ട് വെക്കുക തന്നെ ചെയ്തിരുന്നു. അജിത് കുമാറിനെ ഇനി സർവീസിൽ തുടരാൻ അനുവദിക്കരുത് എന്ന ഗുരുതരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലത്തിൽ PV അൻവർ MLA യും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് വലിയ തരത്തിലുള്ള മാനങ്ങളുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം P. ശശിയെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ, അദ്ദേഹത്തിനെതിരായി പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ട്. മുഖ്യമന്ത്രി അറിയാതെ പോലീസിനെ നിയന്ത്രിക്കുന്നത് P. ശശിയും MR അജിത് കുമാറും ചേർന്നാണ് എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നേരത്തെ ഉയർന്നു കേൾക്കുന്നതായിരുന്നു. അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായ കോളിളക്കമുണ്ടാക്കുന്ന വിവാദ വെളിപ്പെടുത്തലുകളുമായി PV അൻവർ രംഗത്തെത്തുന്ന സാഹചര്യമുള്ളത്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും PV അൻവർ MLA യും തമ്മിൽ നടന്നിരിക്കുന്ന ഈ കൂടിക്കാഴ്ച നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. PV അൻവർ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം മുൻപ് നിന്നിരുന്ന അതേ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, മുഖ്യമന്ത്രിയുടെ കൃത്യമായ ആശീർവാദത്തോടെ തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണ് അദ്ദേഹം ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. മറിച്ചൊന്നാണ് സംഭവിക്കുന്നതെങ്കിൽ അനുനയ നീക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി മുമ്പോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് PV അൻവർ തൽക്കാലത്തേക്ക് പിൻവാങ്ങുകയാണ്. രണ്ട് തരത്തിലുള്ള പോസിബിലിറ്റീസ് ആണ് ഡാൻ പറയുന്നത്. ഒന്നുകിൽ ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ളത്, പക്ഷേ ആഭ്യന്തര വകുപ്പിന് എതിരായ ഒരു നീക്കം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് അതിന് തലവെച്ചു കൊടുക്കുമോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. 2, മുഖ്യമന്ത്രിക്കെതിരായ നീക്കം, പാർട്ടിയിൽ നിന്നുള്ള മുഖ്യമന്ത്രിക്കെതിരായ നീക്കം. ഇതിൽ 1 സംഭവിക്കുന്നു. അവിടെ രണ്ടാമത്തത് പറയുമ്പോൾ അവിടെ അൻവർ ടൂളായി മാറുകയാണോ എന്നുള്ള കാര്യം കൂടി. പക്ഷേ ഇത് രണ്ടും സാധ്യതകൾ മാത്രമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നിൽ രാഷ്ട്രീയ വിലയിരുത്തൽ പോലും അസാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലാണ് അൻവറിന്റെ നിർണായകമായ നീക്കം നടക്കുന്നത്. അല്പസമയത്തിനകം അൻവർ മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്തുറപ്പാണ് നൽകിയിരിക്കുന്നത് എന്നതിൽ ഒരു വ്യക്തത കൈവരും. എന്തായാലും അന്വേഷണം ഉണ്ടാകും എന്ന കാര്യം തന്നെ ഇപ്പോൾ പറയാൻ കഴിയും. അന്വേഷണത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിപ്പോഴുള്ള അന്വേഷണം തുടരുകയാണോ, അതിൽ MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണോ ഉണ്ടാകാൻ പോകുന്നത്? എന്തെല്ലാം തെളിവുകൾ അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്, അത് എത്രത്തോളം ഗൗരവമുള്ള കാര്യങ്ങളാണ്? MR അജിത് കുമാറിനും P. ശശിക്കും എതിരെയുള്ള കാര്യങ്ങളിൽ എത്രമാത്രം വിശ്വസനീയമായ രീതിയിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അൻവറിന് കഴിഞ്ഞു? ഏകദേശം അരമണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയാണ് PV അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്നത്. അതിനു മുൻപ് KT ജലീൽ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അൻവർ കുറച്ചധികം സമയം മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് മാധ്യമങ്ങളെ കാണും, MLA ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളുമായി സംസാരിക്കുമെന്ന് PV അൻവർ പറഞ്ഞത്. ഇന്നലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ് കൂടുതൽ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം പറയാമെന്ന്, തെളിവുകൾ മുഖ്യമന്ത്രിക്ക് നൽകും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടുതൽ തെളിവുകൾ അൻവർ പുറത്തുവിടുമോ? കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഏതാനും ശബ്ദരേഖകൾ അദ്ദേഹം, ഫോൺ സന്ദേശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടതാണ്. ഇനി കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയുവാൻ കഴിയും. ഡാൻ, അരുൺ ചേരുകയാണ്. അരുൺ, വാർത്താ സമ്മേളനം വൈകുകയാണോ? എന്താണ്, എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉണ്ടോ? അല്പസമയത്തിനുള്ളിൽ MLA ഹോസ്റ്റലിൽ PV അൻവർ മാധ്യമങ്ങളെ കാണും. നിർണായകമായ എന്തെല്ലാം കാര്യങ്ങളാണ് അൻവർ തുറന്നു പറയാൻ പോകുന്നത്? അത് CPM രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സർക്കാരിലും എന്തെല്ലാം തുടർ ചലനങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്? അതോ മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി അൻവർ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താതെ സമവായത്തിന്റെ പാതയിലേക്ക് വരുമോ? അന്വേഷണം എന്ന കാര്യത്തിൽ
സർക്കാരിൽ നിന്നൊരു ഉറപ്പ് കിട്ടിയതോടുകൂടി അൻവർ ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാതെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറും എന്നുള്ള തീരുമാനത്തിലേക്ക് വരുമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അല്പസമയത്തിന് ശേഷം അറിയാം. എന്തായാലും അൻവർ ഈ കൂടിക്കാഴ്ചയിൽ തൃപ്തനാണ് എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടിക്കാണും. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന കാര്യം അല്പസമയത്തിനകം വാർത്താ സമ്മേളനത്തിൽ അറിയുവാൻ കഴിയും. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അസാധാരണമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ PV അൻവറിന്റെ വെളിപ്പെടുത്തലിലേക്കും അതോടൊപ്പം തന്നെ CPM രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലായിരുന്നു. CPM നേതാക്കൾ ഇതേക്കുറിച്ച് പരസ്യമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടുമില്ല. MLA ഹോസ്റ്റലിലേക്ക് മാധ്യമപ്രവർത്തകർ എത്തുകയാണ്. PV അൻവർ അവർക്ക് അകത്തേക്ക് വരുവാനുള്ള അനുവാദം നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ അല്പസമയത്തിനകം PV അൻവറിന്റെ വാർത്താ സമ്മേളനം തുടങ്ങും. ഇത് മാധ്യമപ്രവർത്തകർ MLA ഹോസ്റ്റലിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. അൻവർ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. മാധ്യമങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് വാർത്താ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് ക്യാമറകൾ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്പസമയത്തിനകം അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കും. എന്താണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ എന്ന് അതറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. അൻവർ MLA ഹോസ്റ്റലിന് പുറത്ത് വെച്ച് തന്നെയാണ് ഇപ്പോൾ MLA ഹോസ്റ്റലിന്റെ മുറിയിലേക്ക് കയറിയില്ല. അതിന് വെളിയിൽ വെച്ച് തന്നെ MLA ഹോസ്റ്റൽ പരിസരത്ത് വെച്ച് തന്നെ മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം അറിയുവാൻ കഴിയും. അല്പസമയത്തിനുള്ളിൽ അൻവർ കാര്യങ്ങൾ വിശദീകരിക്കും. ക്യാമറ റെഡി ആവട്ടെ, ക്യാമറ റെഡി ആവട്ടെ. ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് പ്ലീസ്. ഒന്ന് ക്യാമറ നിങ്ങൾ ബഹളം വെച്ചിട്ട് ആരും ഒന്നും കേൾക്കില്ല. നിങ്ങൾ സൈലന്റ് ആയിട്ട് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാൻ ഏകദേശം ഒന്നാണ്. ഒരാൾ ചോദിച്ചോളൂ. അപ്പോ ബഹുമാനപ്പെട്ട ഇന്നലെ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾക്കറിയാം. ആ പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനത്തോടുകൂടി ഇന്നലെ 1-ാം ദിവസം അവസാനിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും. ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞതായിരുന്നു. അതിനുശേഷമേ ഇനി പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരോടും പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു. അദ്ദേഹം സംസ്കൃതത്തിൽ കാര്യങ്ങൾ കേട്ടു. അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു. ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാഷ് ട്രിവാൻഡ്രത്ത് ഇന്നില്ല. ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്.
ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവെന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. അവർ അതിന് അനുസൃതമായ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവെന്ന നിലക്ക് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ സാധനം കൊടുത്തിട്ട് ഞാൻ അരമണിക്കൂർ ആയോ? ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്? അവിടെ തുടരുമ്പോൾ സത്യം തെളിയുമോ? അല്ല, അതൊക്കെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരാണ്. അന്വേഷണം നടത്തിയിട്ട് എന്താണ് കാര്യം? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ്. കേരളത്തിൻ്റെ പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ, അഴിമതി, അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്. ഒരു മിനിറ്റ്, ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അറിയാം ജനങ്ങളുടെ വികാരം. ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ. ഞാൻ എൻ്റെ വിഷയമല്ലല്ലോ പറഞ്ഞത്, ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ വലിയ പ്രതീക്ഷയിലാണ്, നിങ്ങൾക്കറിയാലോ. ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ്, നാളെ ആ പ്രതീക്ഷയിലാണ്, മറ്റന്നാളും ആ പ്രതീക്ഷയിലാണ്. അല്ല, അതൊന്നും എനിക്കറിയാം, അതിന്റെ നാളല്ല ഞാൻ. താങ്കളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ്. അതിൽ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? അതിൽ എൻ്റെ നെഞ്ചിൽ കൈവച്ച് എൻ്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എൻ്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. ദൈവം മാത്രമാണ്. അല്ല, അത് അവസാനിച്ചു കഴിഞ്ഞു. അല്ല, ഇത്രേ കാര്യങ്ങൾ പറയാനുള്ളൂ. ഇനി കൂടുതൽ വിശദീകരിക്കാൻ ഓക്കെ. അല്ല, സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്, അങ്ങോട്ട് പോകണം കേട്ടോ. അല്ലല്ല, ഇവിടെ പിടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത വിവാദം ഉണ്ടാക്കാൻ നിൽക്കണ്ട. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവറിന്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുകയാണ്. സത്യസന്ധമായ അന്വേഷണം നടക്കും. മുഖ്യമന്ത്രിക്ക് തെളിവുകളും പരാതിയും കൈമാറി. ഇതേ പരാതിയും തെളിവുകളും തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും നൽകും. അദ്ദേഹം പക്ഷേ ഇന്ന് തിരുവനന്തപുരത്തില്ല. അദ്ദേഹത്തെ കണ്ട് ഈ പരാതിയും തെളിവുകളും നൽകും. സത്യസന്ധമായ അന്വേഷണം നടക്കും. ഇതിനപ്പുറം കൂടുതൽ കാര്യങ്ങൾ പറയുവാനില്ല എന്നാണ് PV അൻവർ പറയുന്നത്. അന്വേഷണം നടക്കുമ്പോൾ ADGP MR അജിത് കുമാർ ആ പദവിയിൽ ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ എന്ന ചോദ്യത്തിന് അത് തന്റെ കാര്യമല്ല, താനല്ല ആ വിഷയം ഉന്നയിക്കേണ്ടത് എന്നാണ് അൻവറിന്റെ മറുപടി. അതുപോലെ തന്നെ P ശശിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റുന്നില്ലല്ലോ എന്ന ചോദ്യത്തിനും അതും തന്റെ കാര്യമല്ല, താൻ ചെയ്യേണ്ട കാര്യമല്ല എന്നാണ് PV അൻവർ പറയുന്നത്. സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണ് താൻ ചെയ്തത്. തന്റെ പിന്നിൽ ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. ഇതാണ് PV അൻവറിന്റെ മറുപടി. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെയുള്ള വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം PV അൻവർ അയഞ്ഞോ എന്ന ചോദ്യവും അവിടെയുണ്ട്. സഖാവ് എന്ന രീതിയിലുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു, അതായത് തന്റെ ജോലി പൂർത്തിയാകുന്നു ഏതാണ്ട് എന്നുള്ള കാര്യമാണ് PV അൻവർ പറയുന്നത്.
പി ശശിയെക്കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. MR അജിത് കുമാറിനെ മാറ്റണോ എന്ന കാര്യത്തിലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമുള്ള PV അൻവറിന്റെ പ്രതികരണമാണ്. ചുരുങ്ങിയ വാക്കുകളിലാണ് അദ്ദേഹം സംസാരിച്ചത്. സെക്യൂരിറ്റി പ്രശ്നമുള്ളത് കൊണ്ട് MLA ഹോസ്റ്റലിന് സമീപത്ത് നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ മാധ്യമങ്ങളെ കണ്ട് ഏറെ നേരം മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല. നിർണായകമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭരണപക്ഷ MLA തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള തെളിവുകൾ, പരാതികൾ ഇത് മുഖ്യമന്ത്രിയെ കണ്ട് ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണം സത്യസന്ധമായി നടക്കും എന്നുള്ളതാണ് PV അൻവർ MLAയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഒരു ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. ആ ഉറപ്പാണ് അദ്ദേഹം വെളിയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. പരാതിയും തെളിവുകളും കൈമാറി എന്നാണ്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ അന്വേഷണത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അതിൽ തൃപ്തനാണോ എന്നുള്ള ചോദ്യത്തിന് പോലും അൻവറിന് അല്ല എന്നുള്ള മറുപടി ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം അയയുകയാണോ അതോ മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് വേണ്ടേ കരുതാൻ? അങ്ങനെ ആയിരിക്കില്ലേ സംഭവിച്ചിരിക്കുക? ഒരുപക്ഷെ ഇത്രയും വലിയ ആക്ഷേപങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെയും അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പോലീസിനെയും മുഴുവൻ പ്രതിരോധത്തിലാക്കിയ PV അൻവർ MLA ആണ് മാധ്യമങ്ങൾ ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായ ഉത്തരം പല ചോദ്യങ്ങൾക്കും നൽകാതെ ചില പ്രതികരണങ്ങൾ മാത്രം നടത്തിയതിനു ശേഷം MLA ഹോസ്റ്റലിലെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കയറിപ്പോയിരിക്കുന്നത്. ആരാണ് PV അൻവറിന് പിന്നിൽ എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരമായിരുന്നു ഏറ്റവും കൗതുകകരമായി തോന്നിയത്. എന്റെ പിന്നിൽ ദൈവമാണ് എന്ന് മാത്രം പറഞ്ഞ് മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നിലവിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു സംഘത്തെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട പോലീസിൽ പുഴുക്കുത്തുകളുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് ചേരാത്ത തരത്തിൽ ഉള്ള പ്രവണതകൾ ഉള്ള ഒരു കൂട്ടം പ്രവർത്തിക്കുന്നുണ്ട്, അവർ തുറന്നു കാട്ടുകയാണ് താൻ ചെയ്തത്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ മറ്റ് ചോദ്യങ്ങളോടൊന്നും അദ്ദേഹത്തിന് പിന്നിൽ പാർട്ടി നേതൃത്വത്തിന്റെ കൃത്യമായ ഒരു പിന്തുണയുണ്ടോ, മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ടോ, ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഒരു ഉത്തരം അദ്ദേഹം ഇതിനോടകം നൽകിയിട്ടില്ല. ഒരുപക്ഷെ ഒരിക്കൽ കൂടി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. MLA ഹോസ്റ്റലിന്റെ ഉള്ളിൽ അദ്ദേഹം സംസാരിച്ച സ്ഥലത്ത് നിന്ന് മാധ്യമങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദമില്ലാത്ത ഒരു ഏരിയയാണ്. അവിടെ നിന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഇപ്പോൾ ഈ വലിയ തിരക്കുണ്ടായിരുന്ന ഈ സ്ഥലം ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആർക്കും നിൽക്കാനുള്ള അനുവാദമില്ല. മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അവിടെ കൃത്യമായ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇനി പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് മാധ്യമങ്ങളെ കാണാൻ തയ്യാറാവുകയോ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ, ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ഇങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തതോടുകൂടി തന്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നു എന്നാണല്ലോ അൻവർ പറഞ്ഞത്. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയെ കണ്ട് ഈ പരാതി ഏൽപ്പിക്കുകയും വേണം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതായത് അൻവർ അയഞ്ഞു എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകേണ്ടി വരുമോ? ഈ അന്വേഷണം നടക്കട്ടെ ഇനി എന്നുള്ളത്. ഈ മുഖ്യമന്ത്രിയുടെ അനുനയ നീക്കം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി PV അൻവർ നടത്തിയ കൂടിക്കാഴ്ച ബലം കണ്ടിരിക്കുന്നുവെന്ന് വേണം പറയാൻ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പരസ്യ പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തയ്യാറാകാതിരുന്നത്. ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഗുരുതരമായ പരാമർശങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും കാര്യങ്ങൾ, മറ്റേതെങ്കിലും ശബ്ദ സംഭാഷണങ്ങൾ, ഇതിനോടകം പുറത്തുവിടാത്ത മറ്റെന്തെങ്കിലും തെളിവുകൾ അത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിയാൽ അതുണ്ടാക്കാനിടയുള്ള വിവാദങ്ങളെക്കുറിച്ച്, അതുണ്ടാക്കാൻ ഇടത് സർക്കാരിനെ അത് എത്രമാത്രം പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബോധ്യമുണ്ട്, ആഭ്യന്തര വകുപ്പിന് ബോധ്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം തിരക്കിട്ട മുഖ്യമന്ത്രി PV അൻവറുമായി ഇന്ന് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന്റെ ഭാഗം കൃത്യമായി കേൾക്കുകയും ചെയ്തിരിക്കുന്നത്. PV അൻവർ ഇപ്പോൾ നയപരമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. പാർട്ടിയെയാണ് താൻ ഇക്കാര്യം, താൻ പാർട്ടി പ്രവർത്തകനാണ്, അതുകൊണ്ട് പാർട്ടി നേതൃത്വത്തെ കൂടി ഇക്കാര്യം അറിയിക്കും, MV ഗോവിന്ദൻ മാസ്റ്ററെ കൂടി ഇക്കാര്യം അറിയിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഇത്ര ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പെട്ടെന്നങ്ങ് പിന്നോട്ട് പോകാൻ PV അൻവറിന് കഴിയില്ല. അങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ
അദ്ദേഹം മുമ്പോട്ട് വെച്ച ആക്ഷേപങ്ങൾ അത് സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്ന തരത്തിലേക്ക് മാറും. അതുകൊണ്ട് നടപടി എടുക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സർക്കാരിന് മുമ്പിലുണ്ട്. പക്ഷേ ഡാന നടപടി എടുക്കുമെന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ അന്വേഷണം കൃത്യമായിട്ട് നടക്കും എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയിരിക്കും, അല്ലെങ്കിൽ അൻവർ ആ രീതിയിൽ പ്രതികരിക്കില്ല. അതുപോലെ തന്നെ ഇത് സർക്കാരിനെ വെട്ടിലാക്കുന്ന രീതിയിലാണ്. ഇനിയും മാധ്യമങ്ങളോട് ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി അറിയിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അൻവർ സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ പ്രതികരിച്ചത്. ഇനി എനിക്ക് തോന്നുന്നു അൻവറിനോട് എത്ര തവണ ചോദിച്ചാലും അൻവർ ഈ രീതിയിലുള്ള പ്രതികരണമേ തരുകയുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അന്വേഷണം നടക്കട്ടെ, ഞാൻ ആരെയും മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ഉത്തരവാദിത്തം ഇതായിരുന്നു, പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുക എന്നുള്ളത്. അവരെക്കുറിച്ചുള്ള പരാതി ഇതാ സർക്കാരിന്റെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുകയാണ്, പാർട്ടിയുടെ മുന്നിലും എത്തിച്ചിരിക്കുകയാണ്. ഇനി ബാക്കി സർക്കാരും പാർട്ടിയും തീരുമാനിക്കട്ടെ. സർക്കാർ തീരുമാനിക്കട്ടെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റണോ എന്ന്, പാർട്ടി തീരുമാനിക്കട്ടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ മാറ്റണമെന്ന്. ഇതാണല്ലോ അൻവർ പറഞ്ഞു വെക്കുന്നത്. ഇതിനപ്പുറം അൻവർ പറയുവാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. സ്വാഭാവികമായി രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഉദ്യോഗസ്ഥ തലത്തിൽ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ചിലർക്കെതിരെ അന്വേഷണം നടക്കുന്നു എന്നതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി അക്കാര്യത്തിൽ ഉണ്ടാകുമായിരിക്കാം. എന്തായാലും എന്നോടൊപ്പം വി അരുൺ കൂടി ചേരുകയാണ്. അരുൺ, വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളായി കൂടി ഇന്ന് സംഭവിച്ച ഈ കാര്യങ്ങളെ നോക്കിക്കാണണം. അത് ഏത് തരത്തിലായിരിക്കും ഇനി ഇടത് സർക്കാരിൽ തുടർചലനങ്ങൾക്ക് വഴിവെക്കുക? ഡാന, തീർച്ചയായും മുഖ്യമന്ത്രിക്ക് CPM-ന് വഴങ്ങുന്നു PV അൻവർ എന്ന ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം ഈ കൂടിക്കാഴ്ച ശേഷം നടത്തിയത്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ കണ്ട ശരീരഭാഷയായിരുന്നില്ല, കഴിഞ്ഞ ദിവസം കണ്ട അഗ്രസീവായ പ്രതികരണമായിരുന്നില്ല PV അൻവറിൻ്റെത്. താൻ ഒരു സഖാവാണ്. ഈ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് സഖാവ് എന്ന് പറയുന്ന ഇതേ സഖാവ് PV അൻവറാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിനെതിരെ, ആ സർക്കാരിലെ സഖാവ് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞപ്പോൾ PV അൻവർ പൂർണ്ണമായും സഖാവായി മാറി, അല്ലെങ്കിൽ സഖാവാണെന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പിണറായി വിജയൻ ഇടപെട്ടു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞ ഭാഷയിലായിരുന്നില്ല അദ്ദേഹത്തിന് ഇടപെടൽ. എല്ലാം പാർട്ടി അറിയിച്ചു. പാർട്ടി അറിയിക്കേണ്ട സ്വാഭാവികമായും വാർത്താ സമ്മേളനങ്ങളുടെ അല്ല, ഒരു പാർട്ടി അംഗം അല്ലെങ്കിൽ പാർട്ടി അനുഭാവി കാര്യങ്ങൾ പാർട്ടി അറിയിക്കുന്ന ഒരു പാർട്ടി ഫോറങ്ങളുണ്ട്. അദ്ദേഹം CPM-ന്റെ അംഗം അല്ലെങ്കിൽ പോലും അദ്ദേഹം CPM-ന്റെ നിയമസഭാ കക്ഷിയിലെ അംഗമാണ്. അദ്ദേഹത്തിന് പറയാൻ CPM നിയമസഭാ കക്ഷി യോഗമുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് CPM അത്തരം നിയമസഭാ കക്ഷി യോഗങ്ങൾ വിളിക്കാറുണ്ട്. പാർട്ടി സെക്രട്ടറിയോട് കാര്യങ്ങൾ പറയാം, മുഖ്യമന്ത്രിയോട് പറയാം, നിയമസഭാ കക്ഷി നേതാവായ മുഖ്യമന്ത്രിയോട് പറയാം, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയോട് പറയാം. അത്തരം നിരവധി വഴികൾ PV അൻവർ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുത്തത് മാധ്യമങ്ങളുടെയായിരുന്നു. പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന, പാർട്ടിയുടെ ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ, ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ADGP-ക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, അതായത് CPM-ന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി അദ്ദേഹം മലക്കം മറിയുകയാണ്. അദ്ദേഹം പൂർണ്ണമായും പഴയ നിലപാടുകൾ അദ്ദേഹം ആവർത്തിച്ചു, അതിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ വഴങ്ങി PV അൻവർ വഴങ്ങി എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഇതൊരു ഒറ്റയാൾ വിപ്ലവമായിരുന്നു PV അൻവറിൻ്റെത്. അത് ഉറപ്പിക്കാറായിട്ടുണ്ടോ അരുൺ? പറയുന്നുണ്ട് അൻവർ എന്റെ പിന്നിൽ ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന്. അതായത് ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നതും അത് ഉന്നയിച്ചതുമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒരു കാര്യം ചർച്ചയിൽ വന്നിരുന്നുവല്ലോ, അൻവറിന് പിന്നിൽ ആളുണ്ട്, അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു നീക്കമായിരിക്കാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടായിരിക്കാമെന്ന്. ഈ രണ്ട് പോസിബിലിറ്റീസും ഇപ്പോൾ അപ്രസക്തമാവുകയാണോ? അൻവർ ഒറ്റയ്ക്ക് തന്നെ ഇത് കൊണ്ടുവന്നു, അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ചു, മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിൽ ഇത് കൂടുതൽ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് പറഞ്ഞതോടെ അൻവർ അടങ്ങി ഒതുങ്ങി. സ്വാഭാവിക ഒരു പിന്മാറ്റമായി ഈ ഘട്ടത്തിൽ അൻവറിന്റെ ഇന്നത്തെ പ്രതികരണത്തെ നമുക്ക് കാണാം. പക്ഷേ അവിടെയും അദ്ദേഹം ചില ക്ലോസുകൾ ഇടുന്നുണ്ട്. ഇത് പാർട്ടി അന്വേഷിക്കട്ടെ, പോലീസ് പാർട്ടി തീരുമാനിക്കട്ടെ, അങ്ങനെ അല്ലെങ്കിൽ പിന്നീട് എന്താകുമെന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായി മറുപടി പറയുന്നില്ല. അവിടെ അദ്ദേഹം അതിനൊരു അർദ്ധവിരാമത്തോടെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം, അത് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളെ കണ്ട് അത് സംസാരം അവസാനിപ്പിക്കും. സ്വാഭാവികമായും ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വഴങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. പക്ഷേ അത് പൂർണ്ണമായൊരു പിന്മാറ്റമായി നമുക്ക് ഈ ഘട്ടത്തിൽ വ്യാഖ്യാനിക്കാനാകുമോ, പറയാനാകുമോ എന്ന് പറയാനാകില്ല. തൽക്കാലത്തേക്ക് അൻവർ പിൻവാങ്ങുന്നു, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തിന് അദ്ദേഹം കീഴ്പ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ, പോലീസിലെ പുഴുക്കത്തുകൾക്കെതിരെ, ഈ പാർട്ടി സെക്രട്ടറിക്കെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി കൂടി ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ അദ്ദേഹം അതിൽ പ്രതികരിച്ചത് എല്ലാം
പാർട്ടി പരിശോധിക്കട്ടെ, പി ശശിയെ മാറ്റുമെന്ന ചോദ്യത്തിന് പാർട്ടി പരിശോധിക്കട്ടെ അദ്ദേഹം പറയുന്നു. അദ്ദേഹം പൂർണ്ണമായും ഈ ഒരു ഉന്നയിച്ച വിഷയങ്ങൾ പിന്മാറുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ മാധ്യമങ്ങളിലൂടെ പാർട്ടി നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെയുള്ള തുറന്നു പറച്ചിലുകൾ ഇനി കുറച്ച് ദിവസത്തേക്കിലും അൻവറിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. അത്തരമൊരു പിന്മാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. അത് പൂർണ്ണമായ ഒരു പിന്മാറ്റമാണോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടുള്ള ഒരു താൽക്കാലിക പിന്മാറ്റമാണോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഇപ്പോഴാണ് PV അൻവർ തിരിച്ചറിയുന്നത്. ഒരു സഖാവ് പാർട്ടിയിലാണ് വിശ്വസിക്കേണ്ടത്, ഒരു സഖാവ് പാർട്ടിയിലാണ് കാര്യങ്ങൾ പറയേണ്ടത്, പാർട്ടി അറിയിക്കേണ്ട വഴി ഇതാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകൻ, പാർട്ടി നേതാവ് പറയും പോലെ അല്ല ഈ കാര്യം ഇടപെട്ടതെന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ സമീപകാലത്തൊന്നും ഉണ്ടാകാത്തത് പ്രതിസന്ധിയാണ് PV അൻവർ എന്ന ഭരണപക്ഷ MLA ഉന്നയിച്ചത്. പ്രതിപക്ഷ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു, CBI അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അടക്കം ഉയരുന്നു. ഇങ്ങനെ PV അൻവർ പിന്മാറിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളിൽ നിന്ന് സർക്കാർ രക്ഷപ്പെടുമോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷപ്പെടുമോ? അരുണേ, ഒരു സംശയമുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ഈ ആക്ഷേപം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഗൗരവതരമായി അദ്ദേഹം മുമ്പോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അതിന്റെ ഗൗരവം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അത് തള്ളിക്കളയുന്നുമില്ല. ബോധപൂർവം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിൽ നിന്ന് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹം എന്തൊക്കെയോ അറിയിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യം നമുക്ക് വായിച്ചെടുക്കാനുള്ളൂ. തീർച്ചയായും ഒരു അടവ് നയമായി കൂടി വേണമെങ്കിൽ നമുക്ക് അൻവറിന്റെ ഇപ്പോഴത്തെ താൽക്കാലിക പിന്മാറ്റത്തെ വിലയിരുത്താൻ ഡാൻ സൂചിപ്പിച്ച് വളരെ വ്യക്തമാണ്. അദ്ദേഹം PV അൻവർ പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ അത് കൃത്യമായ ചില നമ്മൾ ഒരുപക്ഷെ നേരത്തെ പലപ്പോഴും VS അച്യുതാനന്ദനുമായൊക്കെ നമ്മൾ താരതമ്യം ചെയ്യാൻ കഴിയാത്ത ആളാണ് PV അൻവർ. അങ്ങനെയല്ല എങ്കിൽ പോലും VS അച്യുതാനന്ദന്റെ വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ട് പാർട്ടിക്ക് പുറത്ത്. അത് പിന്നീട് പാർട്ടി ചർച്ചകളിലൂടെ സമാജത്തിലൂടെയൊക്കെ പിന്നീട് അത്തരം കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്ക് പോകാറുമുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പാർട്ടിക്കുള്ളിൽ പറയാനുള്ള പരിമിതികൾ അൻവറിനുണ്ട്, മുഖ്യമന്ത്രിയോട് പറയാനുള്ള പരിമിതികൾ അൻവറിന് സ്വാഭാവികമായുമുണ്ട്. അവിടെ അൻവർ ഒരു വിഷയം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഷാജൻ സ്കറി എന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയ്ക്കെതിരെ നടത്തിയ നീക്കങ്ങളൊക്കെ അവിടെയൊക്കെ അൻവർ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കൊപ്പം ആഭ്യന്തര വകുപ്പ് നിന്നില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹം അത് പുറത്തു പറയുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലാകുന്നു, മുഖ്യമന്ത്രി വലിയ വിമർശ വിധേയമാകുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉയരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അൻവറുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുന്നു. ആ കൂടിക്കാഴ്ചയിൽ അൻവർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും, ആ കൂടിക്കാഴ്ചയിൽ അൻവർ തെളിവുകൾ നൽകിയിട്ടുണ്ടോ, അതിന് എല്ലാ പരിഹാരം ഉണ്ടാകുമെന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞത്? ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണോ അൻവറിന്റെ താൽക്കാലിക പിന്മാറ്റം എന്നതല്ലേ ഡാൻ പ്രധാനപ്പെട്ടത്? അല്ല, അത് എനിക്ക് തോന്നുന്നു അതിനപ്പുറത്തേക്ക് ഈ പാർട്ടി നേതൃത്വത്തെയാണ് ഈ കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടിയിരുന്നത് എന്ന പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നേതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മളോട് പറയാമായിരുന്നു, അൻവറിന് അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പാർട്ടിയെ അറിയിക്കാം, അദ്ദേഹം പാർട്ടിയുടെ MLA ആണ് എന്ന്. അതിന് പകരം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്, അതിൽ അന്വേഷണം നടത്തണമെന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ അദ്ദേഹത്തിന് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്ന് നമുക്ക് അങ്ങ് ഉറപ്പിക്കാൻ കഴിയുമോ? ഒരു കാരണവശാലും അങ്ങനെയല്ല. CPMന്റെ കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ അടക്കം ഈ വിഷയം ഉയർന്നു വന്നതാണ്. MV ഗോവിന്ദനോട് സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം നമ്മൾ ചോദിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്യും. ഇന്നലെ കണ്ണൂരിൽ അദ്ദേഹം പറഞ്ഞ സമാനമായ പ്രതികരണമാണ്. ഒരു കാര്യം കൂടി പറയാം, CPMന്റെ സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ചില MLA അംഗങ്ങൾ ഉന്നയിച്ചു, സംസ്ഥാന സമിതി അംഗങ്ങൾ ഉന്നയിച്ചു. PV അൻവറിനെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത്, അതിൽ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞു. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മറുപടി പറയാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എണീക്കുമ്പോൾ അതിനു മുമ്പ് എഴുന്നേറ്റ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അത്തരം കാര്യങ്ങളിൽ എടുത്തുചാടുന്ന പ്രതികരണം വേണ്ട, വൈകാരികമായ പ്രതികരണങ്ങളല്ല, അത് സമയത്തോടെ കാര്യങ്ങൾ കാണണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായും അൻവർ പറഞ്ഞ കാര്യങ്ങളുടെ ഗൗരവം മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ അറിവുണ്ടാകണം, അല്ലെങ്കിൽ അൻവറിന്റെ പക്കലുള്ള തെളിവുകളുടെ, അൻവറിന്റെ പക്കലുള്ള വിവരങ്ങളുടെ ആ ഒരു ബോധ്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവറിനെ പിണക്കി വിടില്ല മുഖ്യമന്ത്രി, തികച്ചും ഒരു സ്ട്രാറ്റജിക് ആയ ഒരു മൂവ് നടത്തിയെന്നുണ്ടെങ്കിൽ പറയാം. അവിടെ വേറെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ADGP MR അജിത് കുമാറിനെതിരെയാണ് ഗൗരവതരമായ ആരോപണങ്ങൾ. ദാവൂദ് ഇബ്രാഹിമിനെ നോക്കി പഠിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനാവില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ തുടരാൻ സർക്കാർ അനുവദിച്ചാൽ അത് അജിത് കുമാറിനേക്കാൾ ഏറെ പഴി കേൾക്കേണ്ടി വരുന്നത് സർക്കാരിനായിരിക്കത്തില്ലേ? അപ്പൊ ബോധപൂർവം പ്രതിരോധത്തിലാകാൻ വേണ്ടി സർക്കാർ നിന്നുകൊടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിനെതിരെ ആരോപണം ആഭ്യന്തര വകുപ്പിനെതിരെ വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ലക്ഷ്യത്തിൽ അതിന്റെ ആത്യന്തിക ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിനെതിരെയാണ് ഈ ആരോപണങ്ങളുടെ ശരങ്ങൾ ചെന്ന് പതിക്കുക. അവിടെയാണ് മുഖ്യമന്ത്രി പ്രതിരോധത്തിലായത്. ഇപ്പോൾ നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. അതായത് ഈ ആരോപണങ്ങൾ അൻവർ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി
തന്നെയാണ് ഉന്നയിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയെ പോലും ലക്ഷ്യമിട്ടു എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ ഉയർന്ന ആരോപണം, അത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്ത രീതിയാണ് ഏറ്റവും അധികം നമ്മൾ എടുത്തു പറയേണ്ടത്. ശരി, ഞാൻ ഇടപെടുകയാണ്. അൻവറിന്റെ വാക്കുകൾ ഒരു തവണ കൂടി കേൾക്കാം. എന്തായാലും അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ച കാര്യങ്ങൾ അത് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ അൻവർ കീഴടങ്ങിയോ അൻവർ പത്തിമടക്കിയോ എന്നൊക്കെ പറയുമ്പോഴും ആ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇനി ചർച്ച ചെയ്യേണ്ടി വരും ദിവസങ്ങളിൽ. ഇതിന്മേൽ കൃത്യമായ ഒരു അന്വേഷണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ്. അതുണ്ടായില്ലെങ്കിൽ എന്തായാലും സംശയിക്കേണ്ടി വരും. എം.ആർ. അജിത് കുമാറിനെയും പി ശശിയെയും സംരക്ഷിക്കുകയാണ് സർക്കാർ എന്ന്. അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഒരു ഭരണപക്ഷ MLA തന്നെയാണ്. അപ്പോൾ അതിൽ വിശ്വാസ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടി വരും. അതിപ്പോൾ പ്രഖ്യാപിച്ച കണ്ണിൽ പൊടിയിടാനുള്ള അന്വേഷണമല്ല. എം.ആർ. അജിത് കുമാറിനെ ആ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ടുള്ള ഏത് തരത്തിലുള്ള അന്വേഷണവും അതൊരു പ്രഹസനം മാത്രമാണെന്നേ പറയുവാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം നടത്തുന്നത്. DGPയുടെ മേൽനോട്ടമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഈ അന്വേഷണ സംഘത്തിൽ. അതല്ലാതെ ADGP എം.ആർ. അജിത് കുമാറിനെതിരെ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ മാത്രം അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണ സംഘമൊന്നുമില്ല. പോലീസിനെതിരെ മൊത്തത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളാണ് അവിടെ അന്വേഷിക്കുന്നതും. എന്തായാലും അൻവറിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. ബഹുമാനപ്പെട്ട ഇന്നലെ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾക്കറിയാം. ആ പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനത്തോടു കൂടി ഒന്നാം ഘട്ടം അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും. ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞായിരുന്നു. അതിനുശേഷമേ ഇനി പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരോടും പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു. അദ്ദേഹം സംസ്കൃതത്തിൽ കാര്യങ്ങൾ കേട്ടു. അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു. ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാഷ് ട്രിവാൻഡ്രത്ത് ഇന്നില്ല. ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. എം.ആർ. അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. അവർ അതിന് അനുസൃതമായ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവ് എന്ന നിലക്ക് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ സാധനം കൊടുത്തിട്ട് ഞാൻ അരമണിക്കൂർ ആയോ? ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്? അവിടെ തുടരുമ്പോൾ സത്യം തെളിയുമോ? അല്ല, അതൊക്കെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരാണ്.
അന്വേഷണം നടത്തിയിട്ട് എന്താണ് കാര്യം? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ്. കേരളത്തിൻ്റെ പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ, അഴിമതി, അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. ഒരു മിനിറ്റ്, ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അറിയാം ജനങ്ങളുടെ വികാരം. ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ. ഞാൻ എൻ്റെ വിഷയമല്ലല്ലോ പറഞ്ഞത്, ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ വലിയ പ്രതീക്ഷയിലാണ്, നിങ്ങൾക്കറിയാലോ. ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ്, നാളെ ആ പ്രതീക്ഷയിലാണ്, മറ്റന്നാളും ആ പ്രതീക്ഷയിലാണ്. അല്ല, അതൊന്നും എനിക്കറിയാം, അതിന്റെ നാളല്ല ഞാൻ. താങ്കളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ്. അതിൽ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? അതിൽ എന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. ദൈവം മാത്രമാണ്. കാര്യങ്ങളാണ് പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമായിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം. ശക്തമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല. എല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ, എല്ലാം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്, ഇതാണ് അൻവറിന്റെ വാക്കുകൾ. പാർട്ടി സെക്രട്ടറിക്കും ഈ പരാതിയും തെളിവുകളും നൽകും എന്നും അൻവർ പറയുകയാണ്. ഇതിൽ എം.ആർ. അജിത് കുമാറിനെ മാറ്റണമോ എന്നുള്ള കാര്യവും പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റണോ എന്നുള്ള കാര്യവും ഒന്നും അത് തന്റെ കാര്യമല്ല, താനല്ലാതെ തീരുമാനിക്കേണ്ടതെന്നും പി വി അൻവർ പറയുകയാണ്. കൂടുതൽ വിശദീകരണത്തിന് ഇന്ന് അൻവർ മുതിർന്നില്ല. അദ്ദേഹം ഒരുപക്ഷെ ഇനിയും ചിലപ്പോൾ മാധ്യമങ്ങളെ കണ്ടേക്കാം. അവിടെ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു MLA ഹോസ്റ്റലിന് സമീപത്തായതിനാൽ. അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങളെ കാണുന്നത് അവസാനിപ്പിക്കേണ്ടി വന്നു. അതിനാൽ തന്നെ ചിലപ്പോൾ അല്പസമയത്തിന് ശേഷം അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളോട് സംസാരിച്ചേക്കാം. എങ്കിലും അൻവറിന്റെ ടോണിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കിട്ടുന്നു, അന്വേഷണം നടക്കും. അതോടുകൂടി അൻവർ തന്റെ പഴയ നിലപാടിൽ, പഴയ ശക്തമായ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ മാറ്റമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അൻവറിന്റെ സംസാരം. അൻവർ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് മാധ്യമങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അത് ഏറെ പ്രസക്തവുമാണ്. ആഭ്യന്തര വകുപ്പിനെതിരെയും ADGP M.R. അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെയുമാണ് പി വി അൻവർ എന്ന ഭരണപക്ഷ MLA ആരോപണം ഉന്നയിച്ചത്. അതിന്റെ മെറിറ്റ് അതേപടി തന്നെ നിൽക്കും. അൻവറിന് പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം മനംമാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ അത് പൊതുസമൂഹത്തിന്റെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും ഇക്കാര്യം കൂടുതൽ വിവാദമാക്കേണ്ട എന്ന് മുഖ്യമന്ത്രി അൻവറിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ തന്നെയാണ് അൻവർ ശക്തമായ ഭാഷയിലുള്ള പ്രതികരണം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് പി വി അൻവർ പറയുന്നത്. VV വിനോദ് ചേരുന്നുണ്ട് മറ്റു ചില വിവരങ്ങളുമായി. വിനോദ്, ഇതിനുമപ്പുറം മറ്റു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ. അൻവറിന്റെ പ്രതികരണത്തിലും അത് വ്യക്തമാകുന്നുണ്ട്. ഇതിൽ അൻവർ തന്റെ പോരാട്ടം അവസാനിപ്പിച്ചുവെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറയുവാൻ കഴിയുകയില്ലല്ലോ. അന്വേഷണം എന്നുള്ള ഉറപ്പ് അൻവറിന് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ലല്ലോ. അൻവർ ഇനിയും ചിലപ്പോൾ മാധ്യമങ്ങളെ കാണുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലല്ലോ. മഞ്ജുഷ, ഏതായിരുന്നാലും നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കുന്നു. മാത്രമല്ല, അദ്ദേഹം രണ്ട് പക്ഷത്തെയും തെറ്റാതെ അല്ലെങ്കിൽ ഒരു അനുരഞ്ജനത്തിന്റെ പാതയിലൂടെ രണ്ട് പക്ഷത്തെയും കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടത്തിയത്. ഉറപ്പായും ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക വഴി അൻവറിനോട് അക്കാര്യങ്ങൾ പറയുകയും മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വിമർശിക്കുമ്പോൾ അതിന് ആധികാരികമായ രേഖകൾ ഉണ്ടാകണം, അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങളൊക്കെയും ഒരുപക്ഷെ മുഖ്യമന്ത്രി അൻവറിനോട് പറഞ്ഞിട്ടുണ്ടാകണം. ആ തരത്തിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അൻവറിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് കഴിഞ്ഞ ദിവസം അദ്ദേഹം എടുത്ത ശരീരഭാഷയോ അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ഒരു ഉറപ്പോ അവ്യക്തമാണ്. അല്ലെങ്കിൽ നേരത്തെ എടുത്ത നിലപാട് അത് വെള്ളം ചേർക്കുന്ന നിലപാട് പോലെയോ അല്ലെങ്കിൽ പിന്നാക്കം പോകുന്ന
ഒരു സാഹചര്യം പോലെയോ തന്നെയാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്. കാരണം MR അജിത്കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു, P ശശിയെ സംരക്ഷിക്കുന്നു. അതോടൊപ്പം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ ഒരു അന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അത് 1 മാസമാണ് അതിന്റെ കാലയളവ്. മാത്രവുമല്ല DGPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ADGP റാങ്കിന് താഴെയുള്ളവരാണ്. തൃശൂർ DIG, അതോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് SP, ക്രൈംബ്രാഞ്ച് SP, IG സ്പർജൻ കുമാർ, തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ പോലീസാണ്. ഈ തരത്തിൽ DGP മാത്രമാണ് ADGP റാങ്കിന് മുകളിലുള്ള ഒരാൾ. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘം തന്നെ പ്രഹസനമാണെന്ന വാദമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രധാനമായും ആ നിലയ്ക്ക് ഒരു താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് മേലുദ്യോഗസ്ഥനോട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും ആ രേഖകൾ പിടിച്ചെടുക്കുന്നതിനും സാധിക്കുക? കുറഞ്ഞപക്ഷം ADGP റാങ്കിൽ തന്നെ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണത്തിന് നിയോഗിക്കണമായിരുന്നു. അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിന് അപ്പുറത്തേക്ക് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമായിരുന്നു. അതായത് ഇപ്പോഴത്തെ അന്വേഷണം പ്രഹസനമാണ് എന്ന വാദങ്ങൾക്ക് ുന്ന രീതിയിൽ തന്നെയാണ് ഈ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ശരിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അൻവറിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വിനോദ്, ശരി, എന്തായാലും അൻവറിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്വേഷണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അന്വേഷണം നടക്കട്ടെ എന്നതാണ് അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്തായാലും മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം മയപ്പെടുത്തിയുള്ള വാക്കുകളാണ് PV അൻവറിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം.